ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത സിനിമ, ഒരു മലയാളം ഫാൻറ്റസി മൂവി, ഫാൻറ്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തിയേറ്ററിൽ ഒരു വൻ പരാജയമായി മാറിയ സിനിമയാണ്. നമ്മുടെ മാത്യു തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ദിലീഷ് നായർ കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ലവ്ലി എന്ന് പറഞ്ഞ സിനിമ. ലവ്ലി 3D എന്നായിരുന്നു. 3Dയിലാണ് സിനിമ തിയേറ്റർ റിലീസ് ചെയ്തത്. 3D സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എന്നുള്ളതാണ് തിയേറ്ററിൽ പിന്നെ കണ്ടവരൊക്കെ അവകാശപ്പെട്ടത്. പക്ഷേ സിനിമ പറ്റാത്ത സിനിമ എന്നുള്ളതായിരുന്നു റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ടു, സിനിമയുടെ വിശേഷങ്ങൾ എന്തെന്നൊക്കെയാണ് നോക്കാം. സിനിമയിലെ നായകൻ കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, നമ്മുടെ മാത്യു തോമസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള പിന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ നമ്മുടെ നായകന് ഒരു ഒരു ട്രാജഡി നടക്കുന്നതും അതിനുശേഷം നമ്മുടെ ഈ ഒരു പിന്നെ സംസാരിക്കുന്ന ഈച്ചയാണ് ഇതിൽ ആകർഷണമായിട്ടുള്ളത്. അപ്പോൾ സംസാരിക്കുന്ന യാദൃശ്ചികമായിട്ട് സംസാരിക്കുന്ന ഈച്ചയായിട്ട് സൗഹൃദത്തിലാവുന്നതും പിന്നീട് നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളുമാണ് സിനിമയിൽ മൊത്തത്തിൽ കാണിച്ചു പോകുന്നത്. ഒരു ഫാൻറ്റസി ഡ്രാമ, ഒരു കോമഡി വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ് ലവ്ലി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. സംസാരിക്കുന്ന ഈച്ചയുടെ ഡബ് ചെയ്തത് ശിവാംഗിയാണ്. കിഡിലും ഡബിങ് ആയിരുന്നു കേട്ടോ, സൂപ്പർ ഡബിങ് ആയിരുന്നു. പിന്നെ പെർഫോമൻസുകളൊക്കെ എല്ലാവർക്കും വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിൽ ജയിലിൽ നിന്നുള്ളൊരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബാബുരാജിൻ്റെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്, മാസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒരു ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. അതിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ടെക്നിക്കൽ സൈഡ് ഒരു കോംപ്രമൈസും ചെയ്യാതെ കിഡിലായിട്ട് ഈ ലോ ബജറ്റിൽ, അതായത് ലോ ബജറ്റിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മലയാളത്തിൽ ചെയ്യാൻ പറ്റുന്ന ലോ ബജറ്റിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കിഡിലനായിട്ടുള്ള VFX കാര്യങ്ങൾ, CG വർക്കുകളൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് സൂപ്പറായിരുന്നു, വിഷ്വൽസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ സ്റ്റോറിയിലേക്ക് എത്തുന്ന സമയത്ത് ശരിക്കും ഒരു ഷോർട്ട് ഫിലിമിലുള്ള സംഭവങ്ങളായിരുന്നു. വെറുതെ വലിച്ചു നീട്ടി ഇടയ്ക്ക് കൊണ്ടുപോകുന്ന പോലെ തോന്നി. തിരക്കഥ മോശമായി പോയി എന്നുള്ളതാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും എല്ലാം എഡിറ്റിംഗ് ടെക്നിക്കൽ സൈഡുകളൊക്കെ, വിഷ്വൽസ്, സംഭവങ്ങൾ, ക്യാമറ വർക്ക് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. പക്ഷെ തിരക്കഥ അബദ്ധമായി പോയി എന്നുള്ളതാണ്. ആ ഒരു പ്ലോട്ട്, അതായത് ഒരു തീം, ആ ഒരു ഈച്ചയെ വെച്ചുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ തിരക്കഥ ഒന്നുകൂടി നന്നാക്കിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള സംഭവം. ആ VFX CG വർക്കിലൂടെ ഈച്ചയെ സൃഷ്ടിച്ചതൊക്കെ കൊള്ളാമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ആകെ മൊത്തം കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈച്ചയുടെ ആ ഒരു പോർഷൻ, ഈച്ചയ്ക്ക് വരുന്ന ആ ഒരു പോർഷൻസ് ഒന്നുകൂടി ഒന്ന് കൂട്ടാമായിരുന്നു ഉള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. 1 മണിക്കൂർ 55 മിനിറ്റാണ് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് ഈ സിനിമ. വെറുതെ സമയം ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ലവ്ലി എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രദർശിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിരിക്കും, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.